ചെവിയുടെ ശസ്ത്രക്രിയയ്ക്കിടെ 4 വയസ്സുകാരൻ മരിച്ച സംഭവത്തിൽ എറണാകുളം കലൂരിലെ ആൽഫ ENT ആശുപത്രിക്കെതിരെ ഗുരുതര ആരോപണവുമായി കുട്ടിയുടെ പിതാവ്. കുട്ടിയുടെ ആരോഗ്യനില വഷളായത് അറിയിച്ചില്ലെന്നും 4 വയസ്സുകാരനെ മറ്റൊരു ആശുപത്രിയിലേക്ക് മാറ്റുന്നതിൽ കാലതാമസം വരുത്തിയെന്നുമാണ് ആരോപണം. മനുഷ്യസഹജമായതെല്ലാം ചെയ്തുവെന്നും ചികിത്സാ പിഴവുണ്ടായിട്ടില്ല എന്നും ചികിത്സിച്ച ഡോക്ടർ നൌഷാദ് പറഞ്ഞു. ചെവിയിൽ ദശ വളർന്നതിനെ തുടർന്നാണ് വെണ്ണല സ്വദേശി അഭിയുടെ മകൻ ബദ്രിനാഥ് ആൽഫ ENT ആശുപത്രിയിൽ ചികിത്സ തേടിയത്. ഒരു ശസ്ത്രക്രിയയ്ക്ക് ശേഷം ജൂൺ 3 പ്രധാന ശസ്ത്രക്രിയ നടത്തിയപ്പോഴാണ് കുട്ടിക്ക് ഹൃദയാഘാതം ഉണ്ടാകുന്നതും മറ്റൊരു ആശുപത്രിയിലേക്ക് മാറ്റുന്നതും. എന്നാൽ ഈ വിവരങ്ങൾ ഒന്നും തുടക്കത്തിൽ മാതാപിതാക്കളെ അറിയിച്ചില്ല എന്നാണ് ആരോപണം. 11:30 ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കൊണ്ടുപോയി. 3 മണിയായപ്പോഴത്തേക്കും പെട്ടെന്നൊരു ആംബുലൻസ് വരികയും 3-4 പേര് ഓടി ഓക്സിജൻ സിലിണ്ടറായിട്ട് മോളിലേക്ക് പോവുകയാണ് നമുക്ക് കണ്ടത്. ആംബുലൻസ് കൊച്ചിനെ കയറ്റി അങ്ങോട്ട് കൊണ്ടുപോയത് വേറെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. ഏത് ഹോസ്പിറ്റലിലേക്കാണ് എന്താണ് സംഭവിച്ചത് പോലും നമ്മളോട് പറഞ്ഞില്ല അവർ. ലക്ഷ്മി ഹോസ്പിറ്റലിലേക്ക് എത്തിയപ്പോഴത്തേക്കും അവർ പറഞ്ഞത് ലക്ഷ്മി ഹോസ്പിറ്റലിൽ വെന്റിലേറ്ററിന്റെ സഹായമില്ലാത്തതുകൊണ്ട് ലക്ഷ്മി ഹോസ്പിറ്റലിൽ എടുത്തില്ല, മെഡിക്കൽ ട്രസ്റ്റിലേക്ക് പോണേണ്. 3 മണിക്ക് ബുദ്ധിമുട്ട് വന്നിട്ട് കൊച്ചിന് 5 മണിയായപ്പോഴാണ് മെഡിക്കൽ ട്രസ്റ്റിൽ എത്തുന്നത്. തൊട്ടടുത്തൊരു ലിസി ഹോസ്പിറ്റൽ ഉണ്ടായിരുന്നു. 5 മിനിറ്റ് പോലും വേണ്ട ദേശാമാന്യം കലൂരിന്ന് ലിസിയിലേക്ക് എത്താൻ. അവരെത്തിയിരുന്നെങ്കിൽ കൊച്ചിന്റെ രക്ഷപ്പെടുത്താൻ പറ്റൂലായിരുന്നു. കൃത്യമായ ചികിത്സ നൽകിയില്ലെന്നും ആശുപത്രിയിലുണ്ടായ സാങ്കേതിക പ്രശ്നങ്ങളാണ് കുട്ടിയുടെ മരണത്തിന് കാരണമെന്നും ആക്ഷൻ കൌൺസിൽ. സാധാരണ ഒരു ചെറിയ ട്രീറ്റ്മെന്റിന് ഇത്രയും ഭീമമായ തുക ഏർപ്പെടുമ്പോഴും പാലിക്കപ്പെടേണ്ട ഒന്നും തന്നെ പാലിക്കപ്പെട്ടിട്ടില്ല. ഇതുപോലെ മെഡിക്കൽ നെഗ്ലിജൻസ് ഉണ്ടോ എന്നുള്ളത് നമ്മൾ പരിശോധിക്കണം എന്നാണ് നമ്മുടെ കടുത്ത വാദം. അങ്ങനെ ഉണ്ടെങ്കിൽ ഇനിയും അത്തരം ആശുപത്രികൾ ഇത്തരം സ്റ്റാൻഡേർഡ് ഓൺ ആശുപത്രികളിൽ ഇങ്ങനെയുള്ള സർജറികൾ ചെയ്യുന്നതിൽ നിന്ന് തടസ്സം നിൽക്കപ്പെടണം. അങ്ങനെ ഒരു നിയമം തന്നെ കൊണ്ടുവരണം എന്നുള്ള ആഗ്രഹമാണ് വ്യക്തിപരമായി ഞങ്ങൾക്കുള്ളത്. കളമശ്ശേരി മെഡിക്കൽ കോളേജിലെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം കുട്ടിയുടെ ആന്തരിക അവയവങ്ങളുടെ സാമ്പിളുകൾ പരിശോധനയ്ക്ക് അയച്ചു. പരിശോധനാ ഫലം ലഭിച്ചാൽ മാത്രമേ മരണകാരണം വ്യക്തമാകൂ. അതേസമയം ഉയർന്ന ആരോപണങ്ങളെല്ലാം ആശുപത്രി അധികൃതർ തള്ളി. കുട്ടിക്ക് നൽകേണ്ട എല്ലാ ചികിത്സയും നൽകിയെന്ന് ഡോക്ടർ നൌഷാദ് പറഞ്ഞു. നമ്മൾ റിവൈവ് ചെയ്യാൻ നോക്കി, നമുക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന റിസൾട്ട് കിട്ടാതെ നമ്മുടെ എമർജൻസി ടീമുണ്ട്. എമർജൻസി ടീം അങ്ങനെ അവർ വന്നു. നമ്മുടെ അന്ന് കാർഡിയോളജിസ്റ്റ് ഇവിടെ ഉള്ള OP ഉള്ള സമയമുള്ള അദ്ദേഹം ഉണ്ടായിരുന്നു. അദ്ദേഹം തിയേറ്ററിൽ തന്നെ വന്നു. നമുക്ക് ചെയ്യാവുന്ന രീതിയിൽ ഒരു ഡോക്ടർക്കും ഒരു ടീമിന് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതെല്ലാം ഭംഗിയായിട്ട് തന്നെ നിയമസഹായങ്ങൾ കൊടുത്ത്. ആക്ഷൻ കൌൺസിലിന്റെ നേതൃത്വത്തിൽ ആശുപത്രിക്ക് മുന്നിൽ ഇന്ന് പ്രതിഷേധം സംഘടിപ്പിക്കും. 24 കൊച്ചി.